എങ്ങനെയാണ് നമ്മൾ ജോബ് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. 3 ക്ലയൻസിന് ചെയ്ത് അവരുടെ ബിസിനസ് അത്യാവശ്യം നല്ല ലീഡ്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 1 മന്ത് കൊണ്ട് നല്ലൊരു ലീഡ്സിലോട്ട് എത്തിച്ചിട്ടുണ്ട്. സാറുമാർ അത്രയും സപ്പോർട്ടാണ് അവിടെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളെ കൂടെ ഇരുന്നിട്ട് നമുക്ക് എന്താ കാര്യം വേണ്ടത്, എന്താ മനസ്സിലാവാത്തത് ഒക്കെ പറഞ്ഞു തന്നിട്ട് അവർ അത്രയും സപ്പോർട്ടീവായിട്ട് നമ്മളെ കൂടെ നിന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് നാഫി ആസ് എ ഡിജിറ്റൽ മാർക്കറ്റർ അല്ലേ മാഗ്രീസിലെ. ഓക്കെ, ശരിക്കും നാഫിയുടെ ജേണി എങ്ങനെയായിരുന്നു ഈ ഡിജിറ്റൽ മാർക്കറ്റ് ഫീൽഡിലേക്കുള്ള? ഞാൻ ഫസ്റ്റ് ഡിഗ്രി പോയിരുന്നു, ബികോം സി ആണ് എടുത്തിരുന്നത്. എനിക്ക് അതിൽ വലിയ താല്പര്യമില്ല, ഞാൻ അക്കൗണ്ടിങ് ഫീൽഡ് ആയതുകൊണ്ട്. പിന്നെ അതിൽ നിന്നൊരു ചേഞ്ച് വേണമെന്ന് തോന്നി. പിന്നെ അങ്ങനെയാണ് ഞാൻ ഈ സ്കിൽസിനെ കുറിച്ച് അറിയണത്. സ്കിൽസിനെ കുറിച്ച് അറിഞ്ഞത് ഞാൻ സോഷ്യൽ മീഡിയ വഴി തന്നെയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒന്നിങ്ങനെ കത്തി വരുന്ന സമയമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അങ്ങനെ ഈ പല കോഴ്സ് ഞാൻ അന്വേഷിച്ച് നോക്കി. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇറങ്ങാമെന്ന് തോന്നി. ഡിജിറ്റൽ വേൾഡിൽ ഇപ്പോൾ മാർക്കറ്റിംഗ് നല്ലൊരു ഫീൽഡ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ സ്കിൽസ് പ്രിഫർ ചെയ്ത് അവിടെ പോയി പഠിച്ചു. ശരിക്കും നാഫിയുടെ ഒരു കരിയർ ഡ്രീം എന്നൊക്കെ പറയാൻ എന്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരു ഡ്രീം ഇല്ല. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടാണ് ഞാനൊന്ന് എൻ്റെ പഴയൊരു രീതിയിൽ നിന്നൊന്ന് മാറി ചിന്തിച്ച് തുടങ്ങിയതും ഫ്യൂച്ചറൊക്കെ നോക്കി തുടങ്ങിയത് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതിന് ശേഷമാണ്. സ്കിൽസ് എങ്ങനെയാണ് പ്രിഫർ ചെയ്യാൻ കാരണം എൻ്റെ വീട് ഒതുക്കുങ്ങലാണ്. ആ ഒരു ചുറ്റുപാടത്ത് ഏറ്റവും നല്ല അടിപൊളിയായിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യണത് ഇവരാണ്, സ്കിൽസാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കിൽസ് തന്നെ ചൂസ് ചെയ്തു. സ്കിൽസ് ഹബിൻ്റെ ലേണിങ്സ് എന്തായിരുന്നു? ഒരു ഡിജിറ്റൽ മാർക്കറ്റ് ഫ്രഷർ ഒരു ഫസ്റ്റ് ഒരു 1 വീക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ലായിരിക്കും. അപ്പം എങ്ങനെയായിരിക്കും ഒരു 1 വീക്കിന് ഒരു എക്സ്പീരിയൻസ് പറയാൻ പറ്റുമോ? ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫീൽഡ് അത്യാവശ്യം അന്വേഷിച്ചിട്ടാണ് ഈ ഫീൽഡിലേക്ക് വന്നത്. അതുകൊണ്ട് എനിക്ക് അത്ര വല്ല പെയ്ഡായിട്ടോ അങ്ങനെയായിട്ടോ ഒന്നും ഫീൽ ചെയ്തില്ല. നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ജോലിയാണ്. ഓക്കെ, അപ്പോൾ ഒരു വർക്കിലേക്ക് നാഫി കടന്നപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? എനിക്ക് അങ്ങനെ ജോബിനൊന്നും പ്രത്യേകിച്ച് പെയ്ഡ് കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കാരണം അവിടെ പോയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ നിന്ന് സെറ്റാക്കിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് ടൈം ജോബിന് കയറിയത് സ്കിൽസിലെ പ്ലേസ്മെൻറ്റ് സപ്പോർട്ട് വഴിയാണ്. കാരണം എനിക്ക് ഫസ്റ്റ് ടൈം ഇൻ്റർവ്യൂ ചെയ്ത് കിട്ടിയത് പെരുന്തൽമണ്ണായിരുന്നു. പിന്നെ എനിക്ക് അവിടെ അത്ര സെറ്റ് ആയില്ല. പിന്നെ എനിക്കൊരു വേറൊരു വേക്കൻസി ഞങ്ങൾ പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പിൽ വന്നപ്പോൾ ഞാനത് കയറി അപ്ലൈ ചെയ്തു. 5 പേരുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് ഇവിടെ മഞ്ചേരി ഇപ്പോൾ മാക്രീസിൽ കിട്ടി. ഞാൻ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്തിട്ട് 2 മാസമായി. ഇവിടെ ഹാപ്പിയാണ്. സ്കിൽസിൽ മെയിനായിട്ട് കോഴ്സിൽ നമ്മൾ പ്രാക്ടിക്കലായിരിക്കും ഉണ്ടാവുക. സോ ഒരു ജോബിലേക്ക് മാക്രീസിൽ കടന്നു വന്നപ്പോൾ എന്തെങ്കിലും ഡിഫിക്കൽട്ടീസ് കാര്യങ്ങളൊക്കെ നേരിട്ടിരുന്നു? ഒരിക്കലും തോന്നിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ ജോബ് ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ് അവിടെ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ ജോലിക്ക് കയറിയെടുത്താണെന്നുണ്ടെങ്കിലും നമുക്ക് ഇനിയിപ്പോൾ എത്ര പഠിച്ചവരാണെന്നുണ്ടെങ്കിലും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ചില നേരത്ത് നമ്മൾ സ്റ്റെക്കായി പോകും. അങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവിടെ സ്കിൽസിൻ്റെ ഒരു കമ്മ്യൂണിറ്റി വരെ ഉണ്ട്. പിന്നെ പോരാത്തിന് നമ്മളെ സാറുമാർ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ്. അവർക്ക് കിട്ടുന്ന ഫ്രീ ടൈം എല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവർ കൂടെ ഉണ്ടാവും. പ്രൊഫഷണലായിട്ട് കരിയർ ബിൽഡ് ചെയ്യാൻ നാഫി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ലിങ്ക്ഡിനിൽ ആക്റ്റീവ് ആണ്. സോ ഞാനവിടെ പഠിച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ആദ്യം ലിങ്ക്ഡിൻ സെക്ഷനിൽ ഒരു ക്ലാസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം മുതൽ അതിൽ ആക്റ്റീവായി നമ്മൾ ചെയ്യണ എല്ലാ കാര്യങ്ങളും. ഇന്ന് ഇതാണ് പഠിച്ചത്, ഇതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ് ഉണ്ടായ കാര്യങ്ങളെല്ലാം നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്ത് അതിലൊരു ആക്റ്റീവ് ആണ്. മാക്രീസിൽ ഇപ്പോൾ എന്തൊക്കെ വർക്ക്സ് ആണ് നാഫി ഫോക്കസ് ചെയ്യണത്? ഇപ്പോൾ ഇവിടെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ ക്ലയൻസിൻ്റെ സോഷ്യൽ മീഡിയ ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കണ്ടൻസ് എല്ലാം ക്യാച്ച് ചെയ്തിട്ട് നമുക്ക് അത് മുഖേന നമുക്ക് നമ്മുടെ ക്ലയൻസിന് എന്തുണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്രീലാൻസ് വർക്ക് വന്നാൽ അത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടോ? ഷുവറായിട്ടുണ്ട്. അത് ആ പഠിച്ച ടൈമിലേ ഉണ്ട്. ഞാൻ അങ്ങനെ 3 ക്ലയൻസിന് ചെയ്ത് അവരുടെ ബിസിനസ് അത്യാവശ്യം നല്ല ലീഡ്സ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഒരു 1 മന്ത് കൊണ്ട് അവരുടെ ബിസിനസ് അത്യാവശ്യം നല്ലൊരു ലീഡ്സിലോട്ട് എത്തിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് നാഫിക്ക് എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ഈ ഒരു കാലത്ത് ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ട്രെൻഡിങ് കോഴ്സാണ്. സോ അതുകൊണ്ട് നമ്മൾ ഈ കോഴ്സ് എടുത്ത് പഠിച്ചാൽ മാത്രം പോരാ, നമ്മളിതിൻ്റെ കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് ഫീൽഡ് ഔട്ട് ആയി പോകും. സോ അതെല്ലാം ശ്രദ്ധിക്കുക.